നമസ്കാരം. പൈതൃകം ഓൺലൈൻ ടി വിയുടെ ഭാരതീയ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള പഠന പദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഭാരതീയ ആചാര അനുഷ്ഠാനങ്ങളിൽ നിത്യകർമാനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം ചില സൂചനകൾ ഞാൻ പറഞ്ഞു. നമ്മൾ വലതുവശം തിരിഞ്ഞ് എണീക്കുക എന്ന് പറഞ്ഞു. ആ വലതുവശം തിരിഞ്ഞ് നമ്മൾ ഉണർന്നെണീക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ സിസ്റ്റത്തിനൊരു ഡാമേജ് നമ്മൾ വരുത്താൻ പാടില്ല. സിസ്റ്റത്തിന് അതിന് കാരണം കൂടിയുണ്ട്, ഒന്ന് രണ്ട് കാരണങ്ങൾ. ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നിടത്താണല്ലോ നമ്മൾ എണീക്കുന്നത്. കിടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി മോട്ടോറിൻ്റെ ചാർജ് വളരെ കുറച്ചേ നമുക്ക് ആവശ്യമുള്ളൂ. കുറച്ച് ചാർജ് പവറേ ആവശ്യമുള്ളൂ, അല്പം വേണ്ടു. ലോ വോൾട്ടേജ് കൊണ്ടുവന്നാൽ നമ്മൾ കിടക്കുമ്പോൾ ചെറിയ വോൾട്ടേജ് കൊണ്ട് തന്നെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുമെന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, കിടക്കുന്ന സമയത്ത് വലിയ എനർജിയൊന്നും നമുക്ക് ആവശ്യമില്ല. എനർജി പവർ നമ്മൾ കിടന്നാൽ ഉറങ്ങാൻ പോവുകയാണ്. ആ എനർജി പവറിനെങ്കിൽ നമുക്ക് ഉറക്കം ശരിയാവില്ല. അതുകൊണ്ട് ഉറങ്ങാൻ നേരത്തെ ഡ്രസ്സൊക്കെ ഒന്ന് അണച്ചിടാൻ പറയും. ഉറങ്ങാൻ നേരത്ത് ഡ്രസ്സല്ല. രാവിലെ എണീക്കുമ്പോഴോ ഇത് മുറുക്കിയിരുന്നു, ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതായത് വലതുവശം തിരിഞ്ഞ് എണീക്കുന്ന സമയത്ത് വലതുവശം ചെരിഞ്ഞ് അപ്പോൾ ബോഡി മോട്ടോർ ടൈറ്റാവും. ഇടത് കൈ കുത്തി, ശ്രദ്ധിക്കാൻ നിങ്ങൾ, ഇടത് കൈ കുത്തി പിന്നെ വലത് കൈ കുത്തുക. ഇത് മെല്ലെ എണിച്ച് നോക്കൂ. ബോഡിയുടെ സ്ട്രെസ്സ് മിനിമം ആയിരിക്കും. ഇടത് കൈ വലതുവശത്തെ കുത്തിയിട്ട് പിന്നെ വലത് കൈ കുത്തു. എന്നിട്ട് മെല്ലെ ഒന്ന് പറഞ്ഞു നോക്കൂ. കാരണം ഈ എനർജി വോൾട്ടേജിനെ ഹൈ പവറിലേക്ക് നമ്മൾ കയറ്റുമ്പോൾ മെല്ലെ കയറ്റാൻ പാടുള്ളൂ. കിടക്കുന്നിടത്ത് ലോ പവർ, ഇരിക്കുന്നിടത്ത് മീഡിയം പവർ, നിൽക്കുന്നിടത്ത് ഹൈ പവർ. പക്ഷേ നടക്കുക ഓടുകയൊക്കെ ചെയ്യുമ്പോഴോ അത് അൾട്രാ ഹൈ പവർ, അതിലേക്ക് നമുക്ക് വേണ്ടി വരും. അപ്പോൾ പവർ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ ആവശ്യം. അതിനെ ബെയർ ചെയ്യാൻ നമ്മുടെ മോട്ടോറിന് പവർ വേണ്ടേ. പെട്ടെന്ന് ഹൈ പവറിലേക്ക് എടുത്തു എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി മോട്ടോർ കത്തിപ്പോകും ശരിയായിട്ട്. ഇനിയാണ് പെട്ടെന്ന് ചില വണ്ടികളൊക്കെ ഓടിക്കുന്ന ആൾക്കാർ ലോ ഗിയറിൽ നിന്ന് ഹൈ ഗിയറിലേക്ക് മാറ്റുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഇങ്ങനെ ഒരു ഗിയർ മാറ്റുമല്ലോ. എന്തുകൊണ്ടാണ്? ആ ഗിയർ മാറ്റിക്കൊണ്ടിരുന്നാൽ അതിന് മേലോട്ട് ഇങ്ങനെ ഹയർ ആൻഡ് ഹയർ ലെവലിലേക്ക് ബോഡിയുടെ എനർജി പവറിനെ ഉയർത്തിക്കൊണ്ടുവന്നതുകൊണ്ട് മോട്ടോറിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെയാണ് ശരിയായിട്ട് മനുഷ്യ ശരീരത്തിലും. നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിൽ അതുകൊണ്ട് മെല്ലെ നമ്മൾ എഴുന്നേറ്റോ ഒന്ന് ഇരിക്കാം. ഇരുന്ന് കഴിഞ്ഞാലോ ഒരു പ്രാർത്ഥന ചെയ്യൂ. നമ്മൾ പ്രഭാതത്തിൽ ഒരു പ്രാർത്ഥന ചെയ്യും. എന്താ പ്രാർത്ഥന ചെയ്യേണ്ടത്? വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. തൊഴുതുകൊണ്ട് ദൈവം മാതാ പിതാ ദൈവം, ദൈവം താൻ ഗുരുനാഥനും, ഈ വണ്ണമോർത്തിടുന്നോർക്കേ കൈവരൂ സർവകാര്യവും എന്ന് ചിന്തിച്ചു നോക്കൂ. കാണപ്പെടുന്ന ആദ്യത്തെ ദൈവം നമ്മുടെ അമ്മ തന്നെയാണ്. പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിലെ അമ്മ മാതാ ശ്രീപാർവതിയാണ്, ദുർഗയാണ്. പിതാ ദൈവം, രണ്ടാമത്തെ ദൈവം നമ്മുടെ അച്ഛനാണ്. ദൈവം എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും ദൈവം തന്നെയാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് അവരെ കാലിൽ തൊഴുത് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം നമ്മൾ ഏത് നല്ല കാര്യത്തിനും പുറപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾക്ക് നന്നായി വരണേന്നല്ലാണ്ട് വേറെ ഒരു പ്രാർത്ഥനയില്ല. അവർ നമ്മളെ ഒരിക്കലും ശപിക്കില്ല. ശിക്ഷിക്കുമ്പോൾ തന്നെ വല്ല വേദനിക്കാതിരിക്കണമെന്ന് പറഞ്ഞാണ് ശിക്ഷിക്കുന്നത്. എന്തായാലും ദൈവം മാതാ പിതാ ദൈവം, ദൈവം താൻ ഗുരുനാഥനും, ഈ വണ്ണമോർത്തിടുന്നോർക്കേ കൈവരൂ സർവകാര്യവും. മനസ്സിൽ ആദ്യം ഒന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് അമ്മ ഈശ്വരൻ, അച്ഛൻ ഈശ്വരൻ, ഇങ്ങനെ ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ പരാജയമുണ്ടാവുകയില്ല. പോസിറ്റീവ് മൈൻഡിൻ്റെ ആദ്യത്തെ പടി. കാരണം പോസിറ്റീവ് മൈൻഡുള്ളവർക്ക് വിജയം ഉണ്ടാവുള്ളൂ. നമ്മൾ രാമായണം വായിക്കുമ്പോൾ സുന്ദരകാന്ഡം വായിക്കാൻ പറയും. എന്തുകൊണ്ടാണ്? അത് നമുക്ക് തരുന്ന പോസിറ്റീവ് മൈൻഡാണ്. വിജയശ്രീയിൽ ആളിതനായി തീരുകയാണ്. പരാജയ മുമ്പിൽ അല്പം പോലും കണ്ടിട്ടില്ലാതെ, കാണാൻ കഴിവില്ലാത്ത ഇതാണ് ആര്? ഹനുമാൻ. അദ്ദേഹത്തിൻ്റെ പവർ എന്താണ്? പവർ ഓഫ് ഭക്തി, സമർപ്പണം. ഇതാണ് ആ ഭക്തിയും സമർപ്പണവും അദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ടുള്ള പവറാണ്. അതാണ് നമ്മൾ ആദ്യം ഇവിടെ ഉണർത്തുന്നത്. അതുകൊണ്ട് കാണപ്പെടുന്ന ഈശ്വരന്മാരായിട്ടുള്ള മാതാപിതാക്കളെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം മാതാ പിതാ ദൈവം, ദൈവം താൻ ഗുരുനാഥനും. മൂന്നാമത്തത് ഗുരുനാഥനാണ്. അത് നമ്മുടെ ഗുരു, നമുക്ക് വിദ്യ തരുന്ന ആൾ, അറിവിനെ തരുന്ന ആൾ, നമ്മുടെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള ചോദനയെ ഉണർത്തി തരുന്ന ആൾ, ആ ഗുരു. ഈ മൂന്ന് ആൾക്കാരെ
ഈശ്വരഭാവത്തിൽ കണ്ടുകൊണ്ട് അവരെ പ്രാർത്ഥനയാണ്, തൊഴുകയാണ്. ഇനി രണ്ടാമത്തേതാണ് അവരെ ഈശ്വരഭാവത്തിൽ ഉണ്ടായപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരണ്ടേ. അത് ഏത് രൂപത്തിൽ? ശക്തിയുടെയും ബുദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും രൂപത്തിലുള്ള ശക്തികളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. രണ്ട് കൈയും കൂട്ടിച്ചേർക്കുക, നന്നായിട്ടൊന്ന് തിരുമ്മി നോക്കൂ. മനസ്സിലായിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് വിരലറ്റങ്ങൾ മുതൽ കൈപ്പത്തി വരയ്ക്ക് തിരുമ്മണം. തിരുമ്മിയിട്ട് ഇതാ എന്നിട്ട് രണ്ട് കണ്ണുകളിലും ചേർത്തൊന്ന് വെച്ച് നോക്കൂ. നല്ല ചൂടുണ്ടാവും. കണ്ണിൽ കീഴുന്ന കയ്യിൽ ചൂട് എന്നാണ് പറയുക. കണ്ണിനകത്ത് രാത്രിയിലുണ്ടാകുന്ന പല അശുദ്ധികളും മാലിന്യങ്ങളും അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഉറക്കത്തിലുണ്ടാവുന്നതാണ്. രാവിലെ എണീക്കുമ്പോൾ പീളാമാതിരി പല സാധനങ്ങളും ഉണ്ടാവില്ലേ, അതിൻ്റെ അണുക്കളുള്ളിലുണ്ടാവും. ആ അണുക്കളെ കൊല്ലണ്ടേ, നന്നായിട്ട് ചൂടാക്കിയിട്ട് കണ്ണിൽ ഇങ്ങനെ പിടിക്കാം. വിരൽ തുമ്പത്ത് തൊഴുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. കരാഗ്രേ വസതേ ലക്ഷ്മി. ഇനി ഉള്ളം കയ്യ. കരമധ്യേ സരസ്വതി. ഇനി അടിവശം. കരമൂലേ സ്ഥിതാ ഗൗരി. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. വിരൽത്തുമ്പിൽ മഹാലക്ഷ്മി എന്തെടുക്കും? പണമൊക്കെ എടുക്കുന്നതാണല്ലോ. ഐശ്വര്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയല്ലേ വിരൽത്തുമ്പ് കൊണ്ടാണ് നമ്മളെടുക്കുന്നത്. അല്ലാതെ അൽപ്പറ നിറയ്ക്കുന്ന സമയത്ത് കുട്ട കൊണ്ട് നമ്മൾ ചൊരിയാണെങ്കിൽ പോലും കൈകൾ കൊണ്ട് ആദ്യം വാരിയിടും അല്ലേ, 3 കൈ വാരിയിടില്ലേ. അതാണ് ലക്ഷ്മി സരസ്വതി പാർവതി. 3 കൈ കൊണ്ട് ലക്ഷ്മി സരസ്വതി പാർവതി. കയ്യിലുള്ള കയ്യിൽ നിറച്ചെടുക്കണം കേട്ടോ, എന്നാലേ ലക്ഷ്മി സരസ്വതി പാർവതിയൊക്കെ സ്പർശിക്കുള്ളൂ. 3 കൈ ഇട്ടിട്ടും കുട്ട കൊണ്ട് നെൽപ്പറ നമ്മൾ ചൊരിയാനായിട്ട്. അപ്പോൾ ഓർമ്മ വയ്ക്കാം, ഇവിടെയാണ് എല്ലാവരും ഉള്ളത് നമ്മുടെ കൈപ്പത്തിയിൽ. ഈ പ്രപഞ്ചത്തിലെ സകല ദേവീദേവന്മാരും അധിഷ്ഠാനം ചെയ്യുന്ന വസ്തുക്കളുടെ പേര് പറയാമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മളുടെ ഉള്ളം കൈപ്പത്തിയാണ്. ഒന്ന്. അതുകൊണ്ടാണ് പാമിസ്റ്റുകളൊക്കെ ഇത് നോക്കിയിട്ടാണ് ഓരോ ഗ്രഹങ്ങളുടെ മൗണ്ടുകൾ, ഓരോന്നിൻ്റെ മൗണ്ടുകൾ ഇന്നൊക്കെയാണെന്ന് അനുസരിച്ച് ഫലം പറയും. അവരുടെ രേഖകളെക്കുറിച്ച് ഫലം പറയും. ഇതൊക്കെ പറയുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികളും, ശക്തി മുഴുവൻ എൻ്റെ കയ്യിലാണ്. എൻ്റെ പവർ മുഴുവൻ എൻ്റെ ഉള്ളം കയ്യിലാണ്. അപ്പോൾ വിരൽത്തുമ്പിൽ മഹാലക്ഷ്മി, 2 ഉള്ളം കയ്യിൽ സരസ്വതി. വിദ്യ നിവർത്തി വെച്ചിട്ട് നമ്മൾ പൊരുളിനെയാണ് നമ്മൾ കാണുന്നത്. 2 കൈ നിവർത്തി വെച്ച് അറിവിൻ്റെ പൊരുൾ മധ്യത്തിലാണ്. ആരംഭം, മധ്യം, അവസാനം. അതിൻ്റെ അവസാനം നിൽക്കുമ്പോൾ ഇതിൻ്റെ കൺക്ലൂഷനാണ്. എന്ത് നമ്മൾ നേട്ടം ഉണ്ടാക്കുന്നു, എന്ത് നമ്മൾ നേടുന്നു? പവർ, നോളജ് പവർ, പവർ ഓഫ് നോളജ് പവറാണ്. അപ്പോൾ വസ്തു, പൊരുൾ, ശക്തി, 3 കാര്യങ്ങൾ. അതാണ് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. ഇനി അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നമസ്കാരം.